ഒരു 4 5 6 വർഷമായിരുന്നു തോന്നുന്നു. എൻ്റെ അടുത്ത് പാലക്കാട് നിന്നിട്ടൊരു കുട്ടിയും അമ്മയും കൂടി വന്നു. മൂത്ത മകളാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ് ട്ടോ. അപ്പോൾ ഈ മൂത്ത മോളെ കൊണ്ടുവന്നത് ആ കുട്ടിക്ക് ഭയങ്കര പേടിയാ. എല്ലാത്തിനോടും പേടി. പെട്ടെന്ന് ദേഷ്യം വരും. കൂട്ടുകാരോട് തല്ല്, വീട്ടിൽ തല്ല്. എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കരയുക, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് തോന്നുന്നു പറയുക. എനിക്ക് ജീവിക്കേണ്ട മരിക്കണമെന്ന് പറയുക. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ കുട്ടിട്ടാ. ആ സമയത്താണ് ആ കുട്ടീനെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് അമ്മയും മോളും വന്നത്. അപ്പോൾ നോർമലി ഞാൻ ഇവരെ കുട്ടി പേടിയാണ്, എല്ലാവരും പേടിയാണ്, വഴക്കിടുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോർമലി വിചാരിക്കുന്നത് എന്തെങ്കിലും അബ്യൂസ് നടന്നിട്ടുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഈ കുട്ടി ഇത്രയും വറീഡാവുന്നത് എന്നാണ്. പക്ഷെ ചോദിച്ചു വന്നപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതിർന്നവർക്ക് വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഒരിക്കലും ഞാൻ പറയും, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊന്നും നിസ്സാരമല്ല. നമ്മൾ പാരൻസ്, ഇനിയുള്ളവർ, ഇതിപ്പോൾ കേൾക്കുന്നവരായിക്കഴിഞ്ഞാലും ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഈ കുട്ടിയുടെ അടുത്ത് 2 മക്കളാ പെൺകുട്ടികളാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ കുട്ടിയെ കാണാനായിട്ട് നല്ല മെലിഞ്ഞിട്ടാണ്. അമ്മയും അച്ഛനും ഈ 2ാമത്തെ കുട്ടിയും ഒരുവിധം കുറച്ച് കളറൊക്കെ ഉണ്ട്, കുറച്ച് തുടുത്തിട്ടാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷേ ഈ മൂത്ത മകളെ സംബന്ധിച്ചിടത്തോളം ഇവർ കുറച്ച് കളറ് കുറവാണ്. പക്ഷെ മനോഹരമായിട്ട് കണ്ണുകളുണ്ട്, നീണ്ട തലമുടിയുണ്ട് അവർക്ക്. അപ്പം ഈ 2ാമത്തെ കുട്ടി ഇടയ്ക്കിടെ ഈ മൂത്ത കുട്ടിയെ നോക്കി പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ദത്തെടുത്തതാണ്. ഇളയ കുട്ടിക്ക് 4 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പം മൂത്ത കുട്ടിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഇത്രയേ ഉള്ളൂ, അവൾക്ക് അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ പോലും ചിലയിടങ്ങളിൽ ചില സമയത്ത് ഈ കുട്ടിയോട് പറയുന്നത്, നീ പല്ലിക്കോര പോലെയായി ക്ഷീണിച്ചിട്ട്. അതുപോലെ തന്നെ അമ്മേൻ്റെ അടുത്ത് ഒന്നിച്ച് അവർ പുറത്തിറങ്ങുമ്പോഴായി കഴിഞ്ഞാലും ആളുകൾ ചോദിക്കുന്നത്, നിൻ്റെ മോള് തന്നെയാണോ ഇത് എന്ന് ചോദിക്കാറുണ്ട് ഈ കുട്ടിയുടെ അടുത്ത്. അപ്പോൾ കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര വേദനയാണ്. അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ട് പേരും കൂടി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇളയ കുട്ടി ഒന്നും ചോദിക്കൂല, അതേസമയം നിന്നെയും കൊണ്ട് പുറത്ത് പോയ പൈസയ്ക്ക് നല്ല ചിലവാണ് എന്നൊക്കെ അച്ഛനും പറയാറുണ്ട്. അച്ഛൻ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ആഴ്ചയിൽ 2 ദിവസം മാത്രമേ വരുള്ളൂ വീട്ടിലേക്ക്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെ അമ്മ വണ്ണുണ്ട് എന്ന് മറ്റുള്ളവർ കളിയാക്കുമ്പോൾ, നിനക്ക് എവിടെ നാടി റേഷൻ, നീ എന്താ കുട്ടിക്കൊന്നും കൊടുക്കാറില്ലേ എന്ന് ചോദിക്കുന്നത് പോലും കുട്ടിയെ സംബന്ധിച്ച് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഇത്ര സമയം എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ നോർമലി നോക്കുമ്പോൾ ഇതൊക്കെ ഏത് വീടുകളിലും നടക്കുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഓരോ കുട്ടികളും അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. കുറേയേറെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മയെയും വിളിച്ചു പറഞ്ഞു. അതായത് കുട്ടികളെ കൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് കുട്ടികളുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു ഫ്രണ്ട്ലി മാനറിൽ പറയാനേ പറ്റുള്ളൂ. പക്ഷേ കൗൺസിലിംഗ് വേണ്ടത് പാരൻസിനാണ്. അപ്പോൾ പാരൻസിൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 2 പെൺകുട്ടികളാണ് എന്ന് പറയുമ്പോൾ 2 പേർക്കും ഒരേ പ്രാധാന്യത്തോടു കൂടി നമ്മൾ വളർത്തണം. അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അങ്ങനെ തന്നെ. അപ്പോൾ പറഞ്ഞ കാര്യം, ഈ മൂത്ത കുട്ടി പറഞ്ഞത് എന്തായി കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ എല്ലാ സാധനങ്ങളും ഉണ്ണിക്ക് കൊടുക്കണം. പക്ഷെ ഉണ്ണിയുടേതായിട്ടുണ്ട് ഒരു സാധനങ്ങൾ പോലും എനിക്ക് തരാൻ പറ്റില്ല. ഇത് അമ്മയുടെ അടുത്ത് ചെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ സ്ഥിരം പറയുന്നത്, അവൾ ഉണ്ണിയല്ലേ, അവൾക്ക് കൊടുക്ക്, നീ ചേച്ചിയല്ലേ, ഉണ്ണിയെ നോക്കേണ്ടതല്ലേ, നീ എനിക്ക് എന്താ അവൾക്ക് കൊടുത്താൽ എന്നുള്ളൊരു രീതിയിലാണ് അമ്മ സംസാരിക്കുന്നത്. ഇതൊക്കെ ആ കുഞ്ഞു മനസ്സിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പം കുട്ടിയുടെ അടുത്ത് കുറച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സെറ്റായി. അവർക്ക് കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാലും എന്നെ വിളിക്കൂ, കോൺടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. കണ്ടിന്യൂസ്ലി എന്ന് പറയാം, ആഴ്ചയിലോ മാസത്തിലൊക്കെ ആ കുട്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്നു. ഇത്രയും വർഷങ്ങൾ. ഇന്ന് അവൾ +1 പഠിക്കാം. അപ്പോൾ ഇന്നലെ അവൾ എനിക്ക് കോൾ ചെയ്തു, പതിവിന് വിപരീതമായിട്ട്. ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ കോൾ ചെയ്യാൻ നിൽക്കരുത്, ടെക്സ്റ്റ് ചെയ്തോളൂ, വോയിസ് ഇട്ടോളൂ, എൻ്റെ സമയം പോലെ ഞാൻ മറുപടി തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ പതിവിന് വിപരീതമായിട്ട് അവൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളിപ്പം മിടുക്കി കുട്ടിയായിട്ടോ, പഠനത്തിലായി കഴിഞ്ഞാലും ഡാൻസിലായി കഴിഞ്ഞാലും പാട്ടിലൊക്കെ നല്ല മിടുക്കി കുട്ടിയവൾ. ഇപ്പോൾ ക്ലാസ്സിലെല്ലാവർക്കും അവളെ വേണം. അപ്പോൾ ഇന്നലെ ഒരു ടോപ്പിക് ടീച്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സിലായാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി എന്ന് ചോദിച്ചപ്പം അവളുടെ ക്ലാസ്സിൽ ഒട്ടുമിക്ക പേരും അവളുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ സന്തോഷം കൊണ്ട് അവൾ എന്നെ വിളിച്ചതാണ്. പക്ഷേ വിളിച്ച് ഒരുപാട് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്ന പോലെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൾ അവസാനം എൻ്റെ അടുത്ത് ചോദിച്ചു, മാം, എനിക്ക് നിങ്ങളെപ്പോലെ ആവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 18 ഇയേഴ്സ് എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചൊരു നിമിഷമായിരുന്നു. ആ ഒരു 15-16 വയസ്സുള്ള കുട്ടി മേമിനെ പോലെ ആയിത്തീരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം. ഇത്രേ വേണ്ടോ നമ്മൾ മക്കളുടെ അടുത്ത്? ഒന്ന് സ്നേഹിക്കുക, അവരെ ഒന്ന് കൂട്ടിപ്പിടിക്കുക, അവരെ കേൾക്കാനും
അവരുടെ അടുത്ത് സമയം ചെലവഴിക്കാനും കുറച്ച് ടൈം നമ്മൾ കരുതി വയ്ക്കുക. സ്നേഹത്തോടെ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടുകൊണ്ട് അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ നമുക്ക് നാളെ അഭിമാനമായി തീരും.